ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പുതിന എങ്ങനെ വീട്ടിൽ വളർത്താം എന്നതിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഇത് ഞാൻ മുന്നേ 2 വ്ലോഗുകളിലായിട്ട് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് ഒഴിവാക്കാം. ഇതുപോലെ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തിടുമ്പോൾ അത് കുറച്ചും കൂടി ഉപയോഗമായിരിക്കും കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് നോക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിന എങ്ങനെയാണ് വളർത്തുന്നതെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് ഇതുപോലെ പുതിനയുടെ തണ്ട് വേണം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായാലും കുഴപ്പമില്ല, പക്ഷെ നല്ല ഫ്രഷ് ആയിരിക്കണം. വാടിയതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് പിടിക്കത്തില്ല. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു 2-3 തണ്ട് എടുത്തിട്ട് തന്നെ, കടയിൽ നിന്ന് വാങ്ങിച്ച പുതിനയിൽ നിന്ന് തണ്ട് എടുത്തിട്ട് തന്നെയാണ്. പക്ഷെ അത് നല്ല ഫ്രഷ് ആയിരുന്നു, അതുകൊണ്ടാണ് എനിക്കത് മുളച്ചു വന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ചെടിയിൽ നിന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ ഇങ്ങനെ 2-3 തണ്ടെടുക്കുക. അപ്പോൾ ഈ ഓരോ തണ്ടിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോഡ്സ് ഉണ്ടാവും, കണ്ടോ? ഈ ഓരോ നോഡിന്നുമാണ് ഇങ്ങനെ ഇല മുളച്ച് വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു 8-10 നോഡൊക്കെ ഒരു തണ്ടിൽ ഉണ്ടാവും. കണ്ടില്ലേ, ഇതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു തണ്ടിൽ തന്നെ ഇപ്പോൾ ഒരു 5-6 നോഡുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു നോഡിന്റെ താഴെ വെച്ചിട്ട് വേണം നമ്മളത് കട്ട് ചെയ്ത് എടുക്കാൻ. കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു നോഡിന്റെ താഴെ വെച്ചാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? ഓക്കെ, ഇനി ഓരോ നോഡിലുമുള്ള ഇല നമ്മളങ്ങ് മുറിച്ച് കളയണം. ഇത് നമ്മൾ ഒരാഴ്ച വെള്ളത്തിലിട്ട് വയ്ക്കും. അപ്പോൾ ആ നോഡിന്ന് വേര് വരും. എന്നിട്ടാണ് നമ്മളെടുത്ത് ചട്ടിയിൽ നടുന്നത്. അപ്പോൾ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പം ഇലയോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് അഴുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇല അങ്ങ് മാറ്റി കൊടുക്കുക. ഫുൾ മുകളിലോട്ടുള്ളതൊന്നും വേണ്ട, താഴോട്ടുള്ള ഇലകൾ, ചെറിയ ചെറിയ ഇലകൾ മാത്രം അങ്ങ് മുറിച്ച് മാറ്റാം. ഇനി ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ തണ്ടെല്ലാം അതിനകത്തോട്ട് ഇട്ട് വയ്ക്കാം. ഞാൻ പറഞ്ഞ പോലെ താഴോട്ട് ഇലയില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ഒരാഴ്ച നമുക്ക് അധികം വെയിലില്ലാത്തൊരു സ്ഥലത്ത് വെച്ചു കൊടുക്കാം. ചിലപ്പോൾ 3 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതിനകത്ത് വേര് വരും. മാക്സിമം ഒരാഴ്ച കേട്ടോ, ആ സമയത്തിനുള്ളിൽ വേര് വരും. അപ്പോൾ ഞാൻ ഇതുപോലെ ജനലിന്റെ സൈഡിലാണ് വെക്കുന്നത്. അപ്പോൾ അധികം വെയിലടിക്കത്തില്ലല്ലോ. പിന്നെ ഇതിന്റെ വെള്ളം മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരാഴ്ച ഈ വെള്ളത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത് നടുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് വേര് വരുമ്പോൾ നമുക്ക് നടാൻ എളുപ്പമായിരിക്കും. അല്ലാതെ വെറുതെ ഇങ്ങനെ തണ്ടൊടിച്ചിട്ട് മണ്ണിൽ കുഴിച്ചു വെച്ചും ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ കുറെ തവണ ചെയ്തു നോക്കിയിട്ടും എനിക്കത് പിടിച്ചു വന്നിട്ടില്ല. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വെള്ളത്തിലിട്ട് വെച്ച പുതിന എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, ഇതിനകത്തുനിന്ന് വേരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 6 ദിവസമാണ് കേട്ടോ ആയത്. എനിക്ക് 3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനകത്ത് ചെറുതായിട്ട് വേരുകൾ വന്നു തുടങ്ങി. അപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് നട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലോണം വേരൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം ഞാൻ വെള്ളത്തിന് എടുത്തു. അപ്പൊ ഇനി നമുക്കിത് നടാം. അപ്പൊ ഞാൻ ഒരു ചട്ടിയിൽ മണ്ണ് നിറച്ചു വെച്ചിട്ടുണ്ട്. ഈ മണ്ണിന്റെ കൂടെ ഞാൻ കുറച്ച് ചാണകപ്പൊടിയും ചകിരിച്ചോറും മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മിക്സ് ചെയ്ത്, അതായത് ചാണകവും ചകിരിച്ചോറും ഒക്കെ മിക്സ് ചെയ്താണെങ്കിൽ കുറച്ചും കൂടി മണ്ണ് നല്ലതായിരിക്കും. പക്ഷെ ഇപ്പോൾ എപ്പോഴും നമുക്കത് കിട്ടണമെന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സാധാരണ മണ്ണിൽ കുഴിച്ചു വെച്ചാലും മതി. അപ്പോൾ ഇതിനെ പിടിച്ചു വരും. അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ നമ്മുടെ വിരൽ വെച്ച് തന്നെ ചെറുതായിട്ടൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ വേരുകളൊക്കെ അങ്ങ് താഴെ പോകുന്ന രീതിയിൽ അങ്ങ് നട്ടു വെക്കണം. ജസ്റ്റ് മണ്ണൊന്ന് അമർത്തി കൊടുക്കുക, ചെറുതായിട്ട് അമർത്തിയാൽ മതി. അപ്പൊ എല്ലാം ഇതുപോലെ തന്നെ കുഴിച്ചു വെക്കാം. ഞാനിപ്പോൾ 3 കമ്പ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക്, ഇച്ചിരി വലിയ ചട്ടിയാണെങ്കിൽ കുറെ എണ്ണം നടാം കേട്ടോ. ഇതിനകത്തൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വേണ്ട കേട്ടോ, വളരെ കുറച്ച് മാത്രം, ഒരല്പം വെള്ളം. ഇനി പുതിന രാവിലെയും വൈകിട്ടും നനയ്ക്കണം. മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഒരു നേരം നനച്ചാൽ മതി. അല്ലെങ്കിൽ വെയിലാണെങ്കിൽ രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കാം. നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇപ്പൊ കാണിച്ച പോലെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എപ്പോഴും ഈ മണ്ണൊന്ന് നനഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല, അത് അഴുകിപ്പോവും. അതുപോലെ തന്നെ ഇത് ഒത്തിരി വെയിലത്ത് വെക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ നല്ലതായിട്ട് വെയിൽ അടിക്കുന്ന രീതിയിൽ വെക്കരുത്. ആവശ്യത്തിന് വെയിൽ കിട്ടണം, പക്ഷെ കൂടി പോകാൻ പാടില്ല കേട്ടോ. അപ്പൊ ആ ചെടി ഇങ്ങനെ മഞ്ഞിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്, കരിഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ നട്ടു വെച്ചൊരു പുതിനയായിരുന്നു ഇത്. ഇതൊരു 1.5-2 മാസം കൊണ്ടാണ് ഇത്രയും വളർന്നത് കേട്ടോ. നല്ലോണം കണ്ടോ വളർന്നു വന്നിട്ടുണ്ട്. ഇത് ഞാൻ വെച്ചിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മളൊരു സൺഷെയ്ഡിന്റെ നേരെ താഴെയല്ല,
കുറച്ച് വെളിയിലോട്ട്. അതായത് ആവശ്യത്തിന് വെയിലടിക്കും, എന്നാൽ ഒത്തിരി കടുത്ത വെയിൽ അടിക്കത്തൂല. ആ ഒരു രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് കറക്റ്റ് ആയിട്ട് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വീട്ടിലേതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വെക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് വളത്തിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഈ കിച്ചണിലൊക്കെ ഉള്ള പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഉള്ളിത്തൊലി, മുട്ടത്തോട്, പച്ചക്കറിയുടെ വേസ്റ്റ്, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മീനോ ചിക്കനോ ഒക്കെ കഴുകുന്ന വെള്ളം, അതൊക്കെ ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എപ്പോഴും വേണ്ട, ഒരു 2 ആഴ്ച കൂടുമ്പോൾ കുറച്ച് മാത്രം കേട്ടോ. വെള്ളം ഒഴിക്കുന്ന പോലെ തന്നെയാണ്, ഒരുപാട് അങ്ങ് ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം ഒന്ന് ഒഴിക്കാം. അത് വളരെ നല്ലതാണ്. എനിക്കിവിടെ ബയോഗ്യാസ് ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ സ്ലറി ഈ 2 ആഴ്ച കൂടുമ്പോൾ നല്ലോണം വെള്ളത്തിലൊന്ന് കലക്കി ലൂസാക്കിയിട്ട് അത് ഒരല്പം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ലതായിട്ട് പിടിച്ചു വരും. ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നതും വെയിലും മാത്രം നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇത് ഒരുവിധം ഒന്ന് വളർന്ന് വന്നു കഴിയുമ്പം മോളിൽ നിന്ന് ഇങ്ങനെ മുറിച്ച് തണ്ടോടുകൂടി തന്നെ ഇങ്ങനെ മുറിച്ച് അങ്ങ് എടുത്താൽ മതി. ഒരു കത്രിക വെച്ചൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പൊ വീണ്ടും വീണ്ടും അവിടെ നിന്ന് അങ്ങ് മുളച്ച് ഇങ്ങനെ പടർന്നങ്ങ് വന്നോളും. എളുപ്പമാണ്. നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിന വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും. നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നേക്കാളും നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിന കിട്ടും. അപ്പൊ നിങ്ങളും വീട്ടിൽ ഇതുപോലെ ചെയ്തു നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ പുതിന നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.